സംസ്ഥാനത്ത് അങ്കണവാടിയിൽ നിന്ന് വിരമിച്ചവർക്കുള്ള പെൻഷൻ മുടങ്ങിയതോടെ ആയിരക്കണക്കിന് വൃദ്ധരാണ് ദുരിതത്തിലായിരിക്കുന്നത്. സ്വന്തമായി മറ്റു വരുമാനമില്ലാത്ത പലരും തുച്ഛമായ പെൻഷൻ തുകയാണ് ആശ്രയിച്ചിരുന്നത്. എന്നാൽ 5 മാസത്തിലേറെയായി അതും മുടങ്ങിക്കിടക്കുകയാണ്. കോഴിക്കോട് മാവൂർ കണ്ണിപ്പറമ്പിലെ പ്രിയദർശിനി അങ്കണവാടിയിൽ വർഷങ്ങളോളം സേവനമനുഷ്ഠിച്ചവരാണ് പത്മിനിയമ്മയും ശാരദ ടീച്ചറും. 80-നോടടുത്ത് പ്രായമുണ്ട് പത്മിനിയമ്മയ്ക്ക്. ഹെൽപ്പറായുള്ള 25 വർഷത്തെ സേവനത്തിന് ശേഷമാണ് പിരിഞ്ഞത്. 1500 രൂപയാണ് പെൻഷൻ. മരുന്ന് വാങ്ങാൻ പോലും തികയാത്ത തുകയാകട്ടെ കയ്യിൽ കിട്ടിയിട്ട് 5 മാസം കഴിഞ്ഞു. ഗുളിക വാങ്ങണ്ടേ, സുഖമില്ലല്ലോ. ഇനി എന്താ വീടിന് കട വാങ്ങാം, പൈസ കയ്യില്ലല്ലോ, ആരുമില്ല. ആദ്യം 300 റുപ്യ പെൻഷനുള്ളൂ, ഇപ്പോൾ 1500 ഒക്കെ ആയത്, അത് കിട്ടുന്നുമില്ല. ശാരദ ടീച്ചർ ആവട്ടെ 40 വർഷം അങ്കണവാടി ടീച്ചറായി സേവനമനുഷ്ഠിച്ചു. 2500 രൂപ പെൻഷൻ കിട്ടണം. 2 മക്കളുള്ളത് കൊണ്ട് മാത്രം മരുന്ന് മുടങ്ങുന്നില്ല. മരുന്ന് വാങ്ങാൻ തന്നെ തികയൂല. ഈ 2500 കൊണ്ടൊന്നും. ഒരു മാസത്തിൽ 15 ദിവസത്തെ മരുന്നിന് 960 റുപ്യ വേണം. പിന്നെ ടെസ്റ്റ്, ഷുഗർ, തൈറോയിഡ്, പിന്നെ പ്രഷർ, പിന്നെ ആ ടെസ്റ്റിനൊക്കെ കൂടി തന്നെ വേണം. 1000 ചില്ലാനോ രൂപ അത് വേണം. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലല്ലോ. പിന്നെ ബാക്കി കുട്ടികളെ കൊണ്ടുള്ള പ്രയോജനം തന്നെ. ജോലി തന്നെയാണ് ഞങ്ങൾ ചെയ്തത്. രാവിലെ 9:30 തൊട്ട് വൈകുന്നേരം 5 മണി വരെ. അന്നൊക്കെ കൂടുതലും ദാരിദ്ര്യരേഖേനെ താഴെയുള്ള ആളുകളായതുകൊണ്ട് കുട്ടികൾ എല്ലാവരും പറഞ്ഞു വിടും. എല്ലാ കുട്ടികളും 60 കുട്ടികൾ ഞാൻ രജിസ്റ്റർ ചെയ്യും. 40-42 കുട്ടികൾ വരും. ഇവരടക്കം സംസ്ഥാനത്തെ 2000-ലധികം വരുന്ന വിരമിച്ച അങ്കണവാടി ജീവനക്കാർ പ്രായാധിക്യമടക്കമുള്ള പലതരം പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുകയാണ്. ഓഫീസുകൾ കയറിയിറങ്ങാൻ പോലും കഴിയാത്ത ഇവരെ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കരുത്. വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.